വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ രാത്രി എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ഇത് കാണുന്നത് രാവിലെ ആയിരിക്കും കേട്ടോ. ഇത് രാത്രിയിൽ നമ്മളിത് ചർച്ച നടത്തിയിട്ട് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പേരിലേക്ക് എത്തില്ല എന്നൊരു ധാരണയിലാണ് നമ്മളിത് രാവിലെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ എടുക്കുന്നത് രാത്രി 11 മണിക്കാണ്. പക്ഷേ ഇത് നിങ്ങൾ കാണുന്നത് ഇന്ന് രാവിലെ 6 മണിക്കായിരിക്കും നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതുകൊണ്ടായിരിക്കും കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്തൊരു വാർത്ത വന്നതുകൊണ്ടാണ്. അതായത് പാകിസ്ഥാൻ ഒരു പട്ടാള അട്ടിമറിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അതിപ്പോ ദാ സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നാട് വിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി CDF ആയ അസീം മുനീറിനെ നിയമിക്കുന്നതിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ ഷഹബാസ് ഷെരീഫ് മനഃപൂർവ്വം പാകിസ്ഥാന് പുറത്തുപോയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണഘടനയുടെ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട CDF പദവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഏറ്റെടുക്കാനിരിക്കുകയാണ് ഈ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ കൊണ്ടുവരില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം അസീം മുനീർ ഹീസ് മോർ ഡേഞ്ചറസ് ദാൻ ഷഹബാസ് ഷെരീഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അസീം മുനീർ ആണ് ഇന്ത്യയിലേക്ക് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങളുടെ സൂത്രധാരൻ എന്ന് പറയുന്നത്. അസീം മുനീറിനെ തേടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പോലും നടത്തിയതെന്ന് ഞാൻ പറയും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അസീം മുനീർ ഇതിലേക്ക് വരുമ്പോൾ ഇന്ത്യ കുറച്ച് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഷഹബാസ് ഷെരീഫ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭരണം ഇപ്പോൾ ഒരു പട്ടാള അട്ടിമറിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം ബഹ്റൈനിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പോയതായിട്ടാണ് സൂചന ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും ഇന്ത്യ ഇതിനോട് റിയാക്ട് ചെയ്യുക ബിചേട്ടാ? നിലവിൽ ഇന്ത്യക്ക് അതിൽ റിയാക്ട് ചെയ്യേണ്ടതായിട്ടൊരു കാര്യമില്ല. കാരണം പാകിസ്ഥാനിൽ ഈ പട്ടാള അട്ടിമറി ഭരണം പിടിക്കൽ എന്ന് പറഞ്ഞൊരു പുതുമയുള്ള സംഭവമല്ല. ആ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം അനവധി പട്ടാള അട്ടിമറികളൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ പട്ടാളം എന്നൊക്കെ ഭരണം പിടിച്ചിട്ടുണ്ടോ അന്നൊക്കെ അവരുടെ നയതന്ത്ര ബന്ധം അത്ര നല്ലതായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വഷളായിട്ടുള്ളത് അവിടുത്തെ പട്ടാള മേധാവികൾ അധികാരം പിടിക്കുമ്പോഴാണ്. അത് കാർഗിലായാലും മറ്റ് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നതിലായാലും. കാരണം ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഭീകരവാദി ഏതാണ്, സൈന്യം ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സൈന്യമാണ് ഈ ഭീകരന്മാർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും മറ്റുമൊക്കെ. അവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ മാത്രമാണ് കുറച്ചെങ്കിലുമൊക്കെ ഇന്ത്യയുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് ആർക്കും പിന്നീട് ആ രാജ്യത്ത് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ബേനസീർ ഭൂട്ടോ വെടിയേറ്റ് മരിച്ചു, അവരുടെ പിതാവ് തൂക്കിലേറ്റപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് പ്രധാനമന്ത്രിമാരൊക്കെ അധികാരം വിട്ടൊഴിഞ്ഞതിന് പിന്നാലെ ലണ്ടനിലും മറ്റു രാജ്യങ്ങളിലേക്കുമാണ് കുടിയേറുന്നത്. അതിനൊരു അപവാദമായിട്ട് ആകെയുള്ള ആള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീമാൻ ഇമ്രാൻഖാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുകയും കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ നേതാക്കന്മാർ നാടുവിടുന്നു എന്നൊരു വാർത്ത നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാനും ധനുഷും തമ്മിൽ ഒരു 3 ദിവസം മുമ്പാണ് സംസാരിച്ചത്. അവർ നാടുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്ത ധനുഷിന് ഓർമ്മയുണ്ടാകും. 3-4 ദിവസം മുമ്പായിരുന്നു. അപ്പം അന്ന് അവർ നാടുവിടാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയായിരുന്നു നമ്മൾ നൽകിയത്. അതായത് നമ്മുടെ ആ സോഴ്സ് കൃത്യമായിരുന്നു എന്ന് ഈ രാത്രിയിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം ആ സോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു സത്യമാകുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ സത്യം തന്നെയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി നാട് വിട്ടിരിക്കുന്നു, ഷഹബാസ് ഷെരീഫ്. അങ്ങനെ തന്നെയാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ആ ഒരു സോഴ്സ് കൂടി സത്യമായതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അദ്ദേഹം ആദ്യം ഖത്തറിൽ എത്തുകയും ഖത്തറിലാണ് ബഹറിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യം എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് പലായനം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതാണ്ട് അസീം മുനീർ ഇല്ലെങ്കിൽ തന്നെ അസീം മുനീറിന്റെ കൈകളിലേക്ക് ഈ രാജ്യം എത്തിയിട്ട് ഒരുപാട് നാളുകളായി. കാരണം ഡൊണാൾഡ് ട്രംപ് ആയാലും അവിടെ ഷഹബാസ് ഷെരീഫിനെ വിളിച്ചിട്ടല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ അന്താരാഷ്ട്ര വേദികളിൽ നമുക്ക് കാണാം ഷഹബാസ് ഷെരീഫ് ഒരു കോമാളിയെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈവൻ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലായാലും ഒപ്പം തന്നെ നരേന്ദ്രമോദിയും മറ്റേ പുടിനും ഒക്കെ പങ്കെടുത്ത ആ ഒരു ഉച്ചകോടിയിലായാലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന മുനീറിലേക്ക് എല്ലാ അധികാരങ്ങളും പോയി. അധികാരമില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു വിലയും നിലയും ഒക്കെ ഉള്ളൂ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഷഹബാസ് ഷെരീഫിന് ഇന്റർനാഷണൽ വേദികളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ട്രംപും മറ്റുമൊക്കെ ഈ ഗസ ഏറ്റവും ഒടുവിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടത് ഗസ
ആ, സമാധാന കരാറിൽ ഒരു 20ഓളം രാജ്യങ്ങളെ വിളിച്ചു കൂട്ടി. അന്നും അതിൽ വെച്ചിട്ടും അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു സമീപനമാണ് അവിടെ ഉള്ള ഭരണാധികാരികളെല്ലാം നടത്തുന്നതും ഒക്കെ. അപ്പൊ അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അധികാരങ്ങളൊക്കെ പണ്ടേക്ക് പോയിരുന്നു. ട്രംപുമായി ചർച്ച നടത്തുന്നതും വാഷിംഗ്ടണിൽ എത്തുന്നതും ഒക്കെ മുനീറായിട്ട് മാറുകയും മുനീർ ഡീൽ ചെയ്യുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു അപവാദമായിട്ടുള്ളത് മുനീറിന്റെയും മറ്റും തലയിൽ അമേരിക്കയുടെ മുനീറിന്റെ തലയിൽ വിരിഞ്ഞ സൗദിയുമായിട്ടുള്ള ഒരു കരാർ, അത് ഒപ്പിടാനും പറയാനും മാത്രമാണ് ഷഹബാസ് ഷെരീഫ് പോയത് എന്നുള്ളതാണ് നമ്മൾ കണ്ട ഒരു അവസാനത്തെ പുള്ളിയുടെ ഒരു നീക്കം എന്ന് നമുക്ക് പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ബിജേട്ട, ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി ഷഹബാസ് ഷെരീഫിനെക്കാട്ടിലും ഡേഞ്ചറസ് അല്ലേ? എത്ര ഡേഞ്ചറസ് ആണ് മുനീർ എന്ന് പറയുന്ന വ്യക്തി? കാരണം മുനീർ ഒരു പട്ടാള മേധാവിയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 2014 വന്നപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവാസ് ഷെരീഫായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതിനുശേഷം ഇമ്രാൻഖാൻ വന്നു, അതിനുശേഷം ഷഹബാസ് ഷെരീഫ് വരുന്നു. ഇപ്പോ നരേന്ദ്രമോദി ഇരിക്കെ തന്നെ അവിടെയുള്ള ഒരു പട്ടാള മേധാവി വരുമ്പോ അതിനൊരു പ്രാധാന്യമില്ലേ? അല്ല, ഇതൊരു സാധാരണ പട്ടാള മേധാവി അല്ല, ഇതൊരു ഒന്നൊന്നര പട്ടാള മേധാവിയാണ്. കാരണം ഭീകരവാദികളുടെ ഒരു കളിത്തോഴനാണ് ഇദ്ദേഹം. ഒരു മതപണ്ഡിതൻ കൂടിയാണ് ഇദ്ദേഹം. സാധാരണ രീതി മത ക്ലാസ്സുകളും മറ്റും എടുക്കാൻ വന്ന് ഭീകരവാദ ജയ്ഷെ മുഹമ്മദിന്റെ മറ്റുമൊക്കെ ക്യാമ്പുകളിൽ പോയിട്ട് മതപഠനം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പാകിസ്ഥാന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പട്ടാളത്തിന്റെ മുഴുവൻ പവറും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സേനയല്ല, 3 സേനയുടെയും കൂടെ സർവാധിപതിയാണ് ഇപ്പൊ ഉള്ളത്. സർക്കാരി ഉണ്ടായിരുന്നു. അസീം മുനീർ ഭീകരന്റെ കളിത്തോഴനാണ്. ആ ഭീകരരാണ് പഹൽഗാമിൽ വന്നിട്ട് നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് പറഞ്ഞത് പോയി നിന്റെ മോദിയോട് പറയാൻ. അപ്പോ ആ മോദിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. വളരെ ഡേഞ്ചർ ആണത്. മാത്രമല്ല, മുനീർ ആയിരുന്നല്ലോ പഹൽഗാം ഭീകരാക്രമണത്തിൽ പരസ്യമായിട്ട് പറഞ്ഞത് അവിടെ രക്തപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞിരുന്നല്ലോ പുള്ളി. അത് പറഞ്ഞ് 21 ദിവസം കഴിയുന്നതിന് മുമ്പല്ലേ പഹൽഗാമിൽ ഈ ഭീകരർ വന്ന് വെടിവെപ്പ് നടത്തിയത്. അത് പരസ്യമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനുശേഷവും മുനീർ ഒരുപാട് പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ രക്തപ്പുഴ ഒഴുക്കും എന്നൊക്കെ ഉള്ളത്. അത് മാത്രമല്ല, ഈ പട്ടാള മേധാവികളൊക്കെ ഈ മരിച്ച ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. അത് മാത്രവുമല്ല, ഈ തകർന്നുപോയ ഭീകര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇവർക്ക് നൽകുകയും ഇതിന്റെ എല്ലാം തലവനാണ്. അതായത് ഒരു ഭീകരവാദി പട്ടാളത്തിന്റെ കുപ്പായം വിട്ട് നേരിട്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി കസേരയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭരണമാറ്റം. ഒരു പൂർണ്ണമായ ഒരു പട്ടാള ഭരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പട്ടാളത്തിന് കുറച്ചൊക്കെ ചില കാര്യങ്ങളിൽ മാന്യത ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെയാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതല്ല. ഈ സർദാരി ഉണ്ട് അവിടെ, സർദാരിയാണ് അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ അദ്ദേഹം നേരത്തെ നാട് വിട്ടോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേൾക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകള് MBA, അവിടുത്തെ MP കൂടിയാണ് സർദാരുടെ മകൻ. ഇനി പിന്നെ ബേനസീർ ഭുട്ടോയുടെ മകനുണ്ട്, ബിലാവൽ ഭുട്ടോ. അദ്ദേഹത്തിന്റെ അവസ്ഥയും അറിയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് കത്തിക്കേറി വന്ന പയ്യനാ, അറിയത്തില്ല. കാജിബ് ആസിഫ് ഉണ്ട്, എന്താണ് ആ അവസ്ഥ എന്നറിയത്തില്ല. അവരുടെ വിദേശകാര്യ മന്ത്രിയാണ്. ഇവരുടെ ഒന്നും പേരുകൾ ഇപ്പൊ കേൾക്കുന്നില്ല. ഖോജ ആസിഫ്, ഇവിടെ ഒന്നും പേരുകൾ നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ കേൾക്കുന്നില്ല. ഒരുപക്ഷെ അവരൊക്കെ നേരത്തെ നാട് വിട്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല. ഏതായാലും അവർ പട്ടാള ഭരണത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ കണക്ക് ഒരു രാജ്യമാണ് അതിനെ കൂടുതൽ കരുതലോടെ കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിലും ഭരണമാറ്റം ഉണ്ടായപ്പോൾ നമ്മൾ കമന്റുകളൊന്നും തന്നെ വിട്ടില്ല. കാരണം വേറൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ നമ്മൾ ഇടപെടാറില്ല സാധാരണഗതി. കമന്റുകളൊന്നും നമ്മൾ പറയാറില്ല. ഇതും അത്തരത്തിൽ തന്നെ നമ്മൾ കമന്റുകൾ പറയാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പക്ഷെ കമന്റുകൾ പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടിയായിരിക്കും ഇനി കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത്. കാരണം മുനീർ ഒരു യുദ്ധക്കൊതിയനാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മുനീറിന്റെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം കിട്ടേണ്ടത് അനിവാര്യമാണ്. ആ വീരപരിവേഷത്തിനായിട്ട് ഇന്ത്യ ചൊറിയും, അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം നമ്മൾ പലവട്ടം ഈ ചർച്ചകളിൽ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. ഈ ചർച്ച സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പവർ തെളിയിക്കേണ്ടതായിട്ടൊരു കടമയുണ്ട്. അപ്പൊ ഉടനെ ഉണ്ടാകില്ലെങ്കിൽ പോലും അധികം വൈകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് അദ്ദേഹത്തിന് ഈ 2 കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. ഒന്ന്, അവിടുത്തെ ജനത്തിന് ഒരു വിശ്വാസ്യത പിടിച്ചു വരണം. ഒരു പട്ടാള ഭരണത്തിലേക്ക് പോകുക വെച്ചാൽ പ്രത്യേകിച്ച് അവിടെ പാപ്പരായി നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്ന ഒരു ജനം, അവരാകപ്പാട് ഇപ്പോൾ തന്നെ ഒരു വയലന്റ് ആയ സിറ്റുവേഷൻസ് ആണ്. ഒരിടത്ത് ഇമ്രാൻഖാനിന്റെ പാർട്ടിക്കാർ തിരുവനന്തപുരത്ത് നിൽക്കുന്നു, മറ്റിടത്ത് ഖൈബർ പക്തൂൺ മേഖലയിൽ TTPയുടെ ഒരു വലിയ തെഹ്രിക്കെ താലിബാന്റെ ഒരു വലിയ വിഷയം നടക്കുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വിഷയം, അതിൻ്റെയൊക്കെ സിന്ധു പ്രവിശ്യയുടെ മുകളിൽ ശ്രീമാൻ രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസ്താവന നിൽക്കുന്നു. സക്രീക്കിന്റെ സമീപത്ത് സംഘർഷത്തിന് ഒരുങ്ങി ഇന്ത്യ നിൽക്കുന്നു. ഇങ്ങനെ ആകപ്പാടെ കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിലേക്കാണ് ശ്രീമാൻ മുനീർ വരുന്നത്. മുനീർ വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസതയും ധൈര്യവും നൽകുക എന്നുള്ളതാണ്. അതിന്റെ പടിയായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു വലിയ ഭീകരാക്രമണം അദ്ദേഹം അറേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു.
ഇത് നമുക്ക് ദില്ലിയിൽ നടന്ന സ്ഫോടനവും ഇതുമായി നമുക്ക് ബന്ധമുണ്ടെന്ന് ഒരു പക്ഷേ അനുമാനിക്കേണ്ടി വരും. കാരണം അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ കാഷ്വാലിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബ്ലാസ്റ്റ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ട് അധികാരമേൽക്കാമെന്ന് അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. ഏതായാലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറയുന്ന സയ്യിദ് മുഹമ്മദ് തുടങ്ങിയ ഉള്ള കൊടും ഭീകരന്മാരെല്ലാം ആയിരിക്കും ആ വേദി കൈയേറുന്നത്. അത് മാത്രമല്ല, ഇവരുടെ മെയിൻ സ്പോക്സ് പേഴ്സൺ ആയിട്ടൊക്കെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തോയ്ബയുടെ ഒക്കെ നേതാക്കന്മാർ വരും. അതിനകത്തൊന്നും അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ വെറുതെ തമാശയ്ക്ക് പറയുന്നുമില്ല, അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ നേതാവ്, ഈ ഭീകര സംഘടനകളുടെ നേതാവ് തന്നെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമല്ലോ. ഇത് ഇനി ഏത് രീതിയിലാകും ഈ മുനീറിന്റെ നയതന്ത്രം എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണഗതി ലോകത്ത് എവിടെയായാലും പട്ടാള അധികാരികൾ വന്നു കഴിഞ്ഞാൽ ആ രാജ്യവുമായിട്ട് മറ്റു രാജ്യങ്ങൾ വലിയൊരു ബന്ധം അധികം സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല. കാരണം അതൊരു നല്ല ബന്ധത്തിൽ ഇന്ന് വരെ പോയിട്ടുമില്ല. ഈ പട്ടാള മേധാവികൾ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ആ രാജ്യം നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് എല്ലായിടത്തും. ഇവിടെയും അത്തരത്തിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഏതായാലും ഇന്ത്യക്ക് കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയം. കാരണം ഇനി ഇപ്പോൾ നമുക്ക് യുദ്ധം എന്നുള്ളത് എപ്പോഴെങ്കിലും നടക്കും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വീരശൂര പരാക്രമിയാണ്. ജനങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് തെളിയിക്കേണ്ട കടമയുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയോട് ഇപ്പോൾ വളരെയധികം ചേർന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സക്രിയക്ക് മേഖലയിൽ ഞാൻ കാണുന്ന സാധ്യതകളാണ്. ഒരുപക്ഷെ ഖനനത്തിനോ മറ്റോ ഒക്കെ ഒരു ട്രംപിന്റെ സഹായത്തോടെ മുനീർ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും. ഇല്ല എങ്കിൽ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഭീകരവാദികളെ കടത്തിവിട്ടുകൊണ്ട് ഇന്ത്യ ചൊറിയാനൊരു ശ്രമം നടത്താതിരിക്കില്ല. പക്ഷെ ഇത്തവണ കളി കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. കാരണം അപ്പുറത്തെ സൈഡിൽ ഇവർ വളർത്തി വലുതാക്കിയ താലിബാൻ തോക്കുമായി നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും മറുഭാഗത്ത് ഇന്ത്യയുമാണ്. ഏതായാലും നാളെ മറ്റന്നാളോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമുക്ക് കരുതാം. കാരണം സ്ഥാനാരോഹണവും ഇതിന്റെ ചർച്ചകളും ഒക്കെ ആയിട്ട് വരും. ഏതായാലും ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരും. അതാണ് നമുക്ക് കാണാൻ കഴിയും.